ഗുരുവായൂരപ്പ ശരണം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കണ്ണന് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആ കാര്യത്തെ പറ്റിയാണ്. അത് നമ്മളൊക്കെ പറയുന്നത് വനമാല. ആ വനമാല അവിടെ ഇപ്പോൾ ഉണ്ടമാലയായിട്ടാണ് അവിടെ കിട്ടുക കേട്ടോ. ആ വനമാല എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൻ കളിക്കുന്ന സമയത്ത് സുദാമാവും അതുപോലെ ഗോപന്മാരൊക്കെ പാടെ കൂടിയിട്ട് കണ്ണനെ ഏറ്റവും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കാട്ടിലുള്ള പൂക്കളൊക്കെ പാടെ പറിച്ച് കെട്ടി മാല കെട്ടി കൊടുത്ത അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ വനമാല എന്ന് പറയുന്നത്. അതായത് തെച്ചിയും തുളസിയും തുമ്പയും ഒക്കെ എല്ലാതും കൂടി കൂട്ടിയ ആ ഒരു പൂവാണ്. അതിനെയാണ് ഉണ്ടമാല എന്നും കൂടി ഇപ്പോൾ പറയുന്നത്. ആ വനമാലയാണ് കണ്ണന് ഏറ്റവും ഇഷ്ടം. അത് സുദാമാവ് അവിൽ കൊണ്ടുപോയി കൊടുത്തു. ലാസ്റ്റ് ആ കുചേലനായി സമയത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോഴും ഒരു വനമാല കണ്ണന് ചാർത്താനായിട്ടുണ്ടായിരുന്നു. അവിൽ മാത്രമല്ല, ആ കണ്ണനെ ചാർത്താൻ വേണ്ടിയിട്ട്. കാരണം കണ്ണന് ഏറ്റവും ഇഷ്ടം ആ വനമാലയാണെന്ന് കണ്ണൻ്റെ ചങ്ങാതിയായ സുദാമാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് ആ ഒരു മാല പ്രത്യേകം സ്വന്തം കയ്യാൽ കോർത്ത് കണ്ണനെ സമർപ്പിച്ചു. പിന്നെയാണ് ഈ അവിലും കൊടുത്തത്. അതുകൊണ്ടാണ് കുചേലൻ്റെ ആ ഒരു എന്താ പറയുക ദാരിദ്ര്യം ഇല്ലാതായത്. അപ്പോൾ നമ്മൾ ഭക്തരെല്ലാവരും കണ്ണന് വനമാല സമർപ്പിച്ചാൽ നമ്മളെ ദാരിദ്ര്യ ദുഃഖങ്ങളും മനസ്താപങ്ങളും ഒക്കെ ഒഴിഞ്ഞു കിട്ടും. വനമാല എന്നുള്ള പേരിൽ ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടേ കൊടുക്കുക വെച്ചാൽ അത് നല്ലത്. അതല്ല സമർപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഉണ്ടമാല ആയിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ കണ്ണന് ചാർത്താൻ വേണ്ടിയിട്ട് അത് കൊണ്ടേ കൊടുത്താൽ നല്ലതാണ്. എല്ലാവരും ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.